ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിത് വേറെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ DM ചെയ്യാം പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, വീഡിയോസൊക്കെ ഉടനെ കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആവുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം വെർഗോ. ഇത് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, വീനസ് സൈൻസിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൺ സൈൻ, രാശി, നക്ഷത്രം, മൂൺ സൈൻ എവിടെയെങ്കിലും വെർഗോ ഉണ്ടാച്ചാൽ നിങ്ങൾക്കിത് ബാധിക്കും. അതല്ലാണ്ട് നിങ്ങളൊരു വെർഗോ പേഴ്സൻ്റെ കൂടെയാണ് ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും നമ്മൾക്ക് നോക്കാം. എന്താണ് മെസ്സേജസ്, നിങ്ങളുടെ മെയിൻ തീം എന്താണ് ഈ മാസത്തിൻ്റെ തീം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? കരിയറാണ്. കരിയറിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഈ മാസം. അപ്പോൾ എന്താണ് നിങ്ങളുടെ മെസ്സേജസ് വെർഗോന് വേണ്ടിയിട്ട്? മെസ്സേജ് ഇവിടെ വെർഗോയുടെ മെസ്സേജാണ് ഫയർ ക്രാക്കർ, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എന്തോ ഒരു എക്സൈറ്റിംഗ് കാര്യം ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. ഇവിടെ വീപ്പിംഗ് വില്ലോ ഉണ്ട്, ഫാമിലി സോറോ. അപ്പോൾ ഫാമിലിയുടെ കാര്യത്തിൽ കുറച്ചൊരു നെഗറ്റീവ് ന്യൂസ് ആണ് കിട്ടണത്. ടോർച്ച് ഉണ്ട്, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ സ്പിരിച്വലി ഈ മാസം ഒരു നല്ല മാസമായിരിക്കും. നിങ്ങൾ മേ ബി ചില റിലീജിയസ് സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ബുള്ളുണ്ട്, ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ, ഷോ സ്ട്രെങ്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. അപ്പോൾ ഈ മാസം ചില ചാലഞ്ചസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷേ ചാലഞ്ചസ് ഉണ്ടായാലും ഗിവ് അപ്പ് ചെയ്യരുത്, അതാണ് ഇവിടെ മെസ്സേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ടാരോയിൽ വരണ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ടാരോ മെസ്സേജസ് ഓവറോൾ എനർജി ഓഗസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാരിയറ്റാണ്. നിങ്ങളുടെ പാസ്റ്റിൽ 9 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് എനർജി ഓഗസ്റ്റിന് വേണ്ടിയിട്ട് കിങ് ഓഫ് വോൺസ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ സ്റ്റാർ. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഏസ് ഓഫ് സോർഡ്സ്. എന്താണ് ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് ഈ മാസം 7 ഓഫ് കപ്സ്. എന്താണ് ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ ഓവറോൾ എനർജി വെർഗോ നിങ്ങളുടെ ചാരിയറ്റാണ്. ചാരിയറ്റ് ആക്ച്വലി സക്സസിൻ്റെ കാർഡാണ്. കുറേ ട്രാവൽഡ് എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാസം ട്രാവൽ ചെയ്യുന്നുണ്ടാവും, കുറേ സക്സസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. ചാരിയറ്റ് ചില സമയത്ത് ചോയ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചോയ്സ് ഉണ്ടാവും, എന്തോ ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. സൺ ഉണ്ട് ഇവിടെ, കുറേ ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ മാസം ആക്ച്വലി ഓവറോൾ എനർജി നല്ല പോസിറ്റീവ് മെസ്സേജാണ് ഞാൻ കാണുന്നത് ഇവിടെ. പേജ് ഓഫ് വോൺസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ആരും നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ലിയോ സൈൻ ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളെ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് അത് നിങ്ങളെ കുറേ ഹാപ്പി ആക്കണു. ഇല്ല ചെയ്ത് ജോലിയുടെ മെസ്സേജ് ആയിരിക്കാം പറഞ്ഞാൽ, ഒരു പോസിറ്റീവ് ന്യൂസ്, ജോലിനെ കുറിച്ച്, പുതിയ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു
പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ 9 ഓഫ് കപ്സ് ആണ്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. ഈ 9 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. കുറേ ഒരു സ്ട്രോങ് ബോണ്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഓർ ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡായി. എന്നുവെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചോയ്സാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യണു, കുറേ പാഷൻ ഉണ്ട് ഇവിടെ, ഒരു ഇൻസ്റ്റൻറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. പക്ഷേ ക്വീൻ ഓഫ് സോഡ്സ് ചില സമയത്ത് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജി ആവാം, അതല്ല ഒരു സെപ്പറേറ്റഡ് ഇല്ല റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഒരു പാർട്ട്ണറുടെ അടുത്തുനിന്ന്, അപ്പോഴാണ് ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു കിങ് ഓഫ് വാൻസ് ആണ്. ആദ്യം ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ ഉണ്ട്, കിങ് ഓഫ് വാൻസ്. ഈ പേഴ്സണെ കുറിച്ച് എന്താണ് നമ്മൾക്ക് അറിയാം? 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഈ പേഴ്സണെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡാണ്. എന്നുവെച്ചാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ റിലേഷൻഷിപ്പിൽ എന്താ ഫ്യൂച്ചർ ഉള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. ഈ പേഴ്സണെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഈ പേഴ്സൺ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ് കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല, എന്താ വേണ്ട അറിയില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് സ്റ്റാറാണ്. ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജി ഉണ്ട്. സ്റ്റാർ അക്വേറിയസ് എനർജിയാണ്. എന്താണ് ഇവിടെ സ്റ്റാർ ഉള്ളത്? മൂൺ. അപ്പോൾ നിങ്ങളുടെ ഹിഡൻ ഫീലിങ്സ് ആണ് ഞാനിവിടെ കാണുന്നത്, ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ സൈഡിൽ നിന്നും. പക്ഷേ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ വിഷ് മാതിരി തന്നെ, നിങ്ങൾക്ക് വേണ്ട മാതിരി തന്നെ ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഫീലിങ്സ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ തുറന്ന് സംസാരിക്കാൻ റെഡി അല്ല വെച്ചാൽ ഫ്യൂച്ചറിൽ അതുണ്ടാവും. ആൻഡ് ഞാനിവിടെ ഒരു ഹാപ്പി ന്യൂസാണ് കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ്, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇവരുടെ ഫീലിങ്സ് ഉള്ളത്, ഇതൊക്കെ ആണ് നിങ്ങളുടെ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്താലോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യണു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയണില്ല. ആ പേഴ്സണും അങ്ങനെ തന്നെയാണ്, അവർക്കും ഒരു പേടിയുണ്ട്, ഇത് വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ നമ്മളുടെ ഒരു ഇല്ല ഫ്രണ്ട്ഷിപ്പും പോവും. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഈ പേടി കൊണ്ട് ഒന്നും പറയണില്ല ഇവിടെ. ഇത് ഒരു പറഞ്ഞാൽ നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ രണ്ടാളും ഒന്നും പറയണില്ല. അങ്ങനത്തെ ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർ ആയിട്ട് ഫീലിങ്സ് തുറന്ന് പറയാനാണ് അഡ്വൈസ് തരണത് ഇവിടെ. അങ്ങനെയാണ് ഈ സ്റ്റാഗ്നൻറ്റ് എനർജീന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, ഒരു പുതിയ ബിഗിനിങ്. കിങ് ഓഫ് സോഡ്സ് ഉണ്ട്, വെരി പ്രാക്ടിക്കൽ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ്. ആൻഡ് 10 ഓഫ് വാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാഗേജ് നിങ്ങൾ ക്യാരി ചെയ്യണത്, ഈ ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത്, അതൊക്കെ തുറന്ന് സംസാരിക്കാനാണ് യൂണിവേഴ്സ് പറയണത്. കുറേ ഓപ്പണായിട്ട് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. എല്ലാം ക്ലാരിറ്റി കിട്ടുമ്പോൾ ഈ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 7 ഓഫ് കപ്സ് ആണ്. ഹിഡൻ ഫാക്ടറിൽ കുറേ കൺഫ്യൂഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 7 ഓഫ് കപ്സ് എന്താണ്? 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സണും കാണാണ്ട് കിങ് ഓഫ് കപ്സ്, ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇത് ഈ പേഴ്സൺ പറഞ്ഞാൽ നിങ്ങൾ ഈ പുതിയ പേഴ്സൺ അല്ലാണ്ട് വേറെ ഒരു പേഴ്സണും നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ
ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അവർക്ക് കുറേ സമയം എടുക്കേണ്ട തുറന്ന് സംസാരിക്കാൻ കാര്യങ്ങൾ. ഓർ മേ ബി ഇതന്നെ ആയിരിക്കും ആ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ. ഈ പേഴ്സൺ വാട്ടർ സൈൻ ആവാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആവാം. അതല്ല വെച്ചാൽ ഒരു അക്വേരിയസ്, ജെമിനൈ പേഴ്സൺ ആവാം. എന്തായാലും ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു പേഴ്സണെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ, അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പാസ്റ്റിനെ വിട്ടിട്ടാണ് പുതിയ പേഴ്സൻ്റെ അടുത്ത് പോകണേ. ഔട്ട്കം നിങ്ങൾക്ക് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഔട്ട്കമ്മിൽ ഞാനൊരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, എന്തോ ഒരു എൻഡിങ് ഇവിടെ കാണാണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആണ്. അതൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അത് ഒരു എൻഡിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. പുതിയ ബിഗിനിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഒരു പാസ്റ്റ് പേഴ്സണെ വിട്ടിട്ട് നിങ്ങൾ പുതിയ ബിഗിനിങ്ങിലേക്ക് പോണു. ഇതാണ് നിങ്ങളുടെ മെസ്സേജ് ഇവിടെ. അപ്പോൾ വെർഗോ ഇവിടെ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട്, അക്വേരിയസ്, ലീബ്ര, ജെമിനൈ എനർജി ഉണ്ട്. ഇതാണ് ഈ മാസത്തിൻ്റെ മെസ്സേജ്. ഇതാണ് റീഡിംഗ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.